പേഴ്സണാലിറ്റി മാത്രം പഠിച്ചാൽ പോരാ, ഈ സബ്ജക്റ്റിനെ, ഈ സൈക്കോളജിയെ സബ്ജക്റ്റുകളുമായി റിലേറ്റ് ചെയ്യുന്ന മെത്തഡോളജിയും പെഡഗോജിയും കൂടി പഠിക്കണം. എനിക്ക് ഏറെ പ്രിയങ്കരായ പ്രിയപ്പെട്ട കേറ്ററ്റ് ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്ക് മാത്രമായി കേറ്ററ്റ് സർവീസ് ടീച്ചേഴ്സ് എക്സാം റിവിഷൻ സീരീസ് ഈ വരുന്ന ജൂലൈ മാസം 1-ാം തീയതി മുതൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലിൽ ആരംഭിക്കുകയാണ്. ഈ വരുന്ന ജൂലൈ മാസം 11-ാം തീയതി മുതൽ നിങ്ങൾ ഇൻ സർവീസ് ടീച്ചേഴ്സ് എഴുതാൻ പോകുന്ന കേറ്ററ്റ് പരീക്ഷയ്ക്ക് നിങ്ങളെ കൂടെ നിർത്തി, ചേർത്ത് നിർത്തി വിജയസോപാനത്തിലേക്ക് കൊണ്ടുപോകാൻ, ഇരു കൈയും പിടിച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾ സന്നദ്ധരായി കഴിഞ്ഞു. ആ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന കേറ്ററ്റ് എക്സാം റിവിഷൻ സീരീസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ദാണ്ടേ ഇവിടെ നോക്കുക. ജൂലൈ മാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് കേറ്ററ്റിന്റെ റിവിഷൻ എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 11-ാം തീയതി സർവീസ് ടീച്ചേഴ്സിന്റെ കേറ്ററ്റ് എക്സാമിനേഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവരെ മാക്സിമം പരിഗണിച്ചുകൊണ്ട് വരാൻ പോകുന്ന കേറ്ററ്റ് എക്സാമിനേഷന്റെ 90% സാധ്യതാ ചോദ്യങ്ങൾ ഞങ്ങളിവിടെ ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ആ ഡിസ്കഷന്റെ അനന്തരഫലം നിങ്ങളുടെ എക്സാമിനേഷൻ പ്രതിഫലിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. റിവിഷൻ ക്ലാസ് ഉണ്ടാകും. ആ റിവിഷൻ ക്ലാസ്സിന് ശേഷം ആ കമന്റ് ബോക്സിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു എക്സാമിനേഷനും ഉണ്ടായിരിക്കും. ആ എക്സാമിനേഷൻ നിങ്ങൾ എഴുതുന്നതോടുകൂടി ക്ലാസ് കണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും മികച്ച ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ സർവീസ് ടീച്ചേഴ്സിന് കേറ്ററ്റ് നിർബന്ധമാണെന്ന് സുപ്രീം കോടതി വീണ്ടും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാർ അനുകൂലമായി എടുത്ത പല നിലപാടുകളും വീണ്ടും നിരാശാജനകമായി സുപ്രീം കോടതി വിധിയിലൂടെ മറിയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇൻക്രിമെന്റും നിങ്ങളുടെ സർവീസ് സീനിയോറിറ്റിയും പ്രൊമോഷനും എല്ലാം പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടത് ഈ കേറ്ററ്റ് എന്ന് പറയുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റ്, വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ മുന്നോട്ട് വെച്ച ഈ ടെസ്റ്റ് യോഗ്യതയായി നേടിയെങ്കിൽ മാത്രമേ കഴിയൂ എന്ന പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തെ ഞങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എത്തുന്നു. ജൂലൈ മാസം 1-ാം തീയതി മുതൽ കേറ്ററ്റ് സർവീസ് ടീച്ചേഴ്സ് റിവിഷൻ സീരീസ് എന്താണ്, നമുക്കത് ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾക്കായിട്ട് അണിയൊരുക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് നോക്കാം. നോക്കിയേ, സർവീസ് കേറ്ററ്റ് റിവിഷൻ സീരീസ് സൈക്കോളജി ഓൾ കാറ്റഗറി, എല്ലാ കാറ്റഗറിയിലുള്ള കേറ്ററ്റ് 1, കേറ്ററ്റ് 2, കേറ്ററ്റ് 3 ഈ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും എഴുതാൻ കഴിയുന്ന സൈക്കോളജി ടോപ്പിക്കുകൾ ബ്ലൂ പ്രിന്റ് സഹിതം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സാധ്യതയുള്ള കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തി പഴയതും ഇനി സാധ്യതയുള്ളതുമായിട്ടുള്ള മേഖലകളെ കോർത്തിണക്കിക്കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് സൈക്കോളജി ടോപ്പിക്കുമായി ഞാനും എൻ്റെ അധ്യാപകരും വരുന്നത്. 2 സർവീസ് കേറ്ററ്റ് റിവിഷൻ സീരീസ് മലയാളം ഓൾ കാറ്റഗറി. മലയാളം ഒരു ബാലികേറ മലയല്ല എന്ന് വിശ്വസിച്ച് പോയി പരാജയപ്പെട്ടവരായിരിക്കും പലരും. മലയാളത്തിൽ നിന്ന് നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ മധുരം മലയാളം പോലെ മധുരം വിളമ്പുന്ന മലയാളം ക്ലാസ്സുകൾ, റിവിഷൻ ക്ലാസ്സുകൾ, അതിനെ തുടർന്ന് ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അവിടെ ലിങ്ക് കിട്ടും. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എക്സാമിനേഷൻ എഴുതാം. അതോടൊപ്പം തന്നെ ബയോളജി കാറ്റഗറി 2, ബയോളജി കാറ്റഗറി 2, സോഷ്യൽ സയൻസ് കാറ്റഗറി 2, സോഷ്യൽ സയൻസ് കാറ്റഗറി 2, കെമിസ്ട്രി കാറ്റഗറി 2, കെമിസ്ട്രി കാറ്റഗറി 2, മാത്സ് കാറ്റഗറി 2, മാത്തമാറ്റിക്സ് കാറ്റഗറി 2. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സൈക്കോളജി ആൻഡ് പെഡഗോജി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ടൈപ്പിംഗ് എറർ ആണ്. സൈക്കോളജി ആൻഡ് പെഡഗോജി. സൈക്കോളജിയും പെഡഗോജിയും നമുക്കറിയാം. സൈക്കോളജി പ്യുവർ ലേണിംഗ് തിയറീസും മെമ്മറിയും ഇന്റലിജൻസും മോറൽ ഡെവലപ്മെന്റും ഫിസിക്കൽ ഡെവലപ്മെന്റും പേഴ്സണാലിറ്റിയും മാത്രം പഠിച്ചാൽ പോരാ, ഈ സബ്ജക്റ്റിനെ, ഈ സൈക്കോളജിയെ സബ്ജക്റ്റുകളുമായി റിലേറ്റ് ചെയ്യുന്ന മെത്തഡോളജിയും പെഡഗോജിയും കൂടി പഠിക്കണം. അത് നിങ്ങളെ കൊണ്ട് തരണം ചെയ്യിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും ദാണ്ടേ സൈക്കോളജി ആൻഡ് പെഡഗോജി ടോപ്പിക്കുമായി അവിടെയും റിവിഷൻ ക്ലാസ് ഉണ്ടാകും. ആ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ചെയ്യാം. സർവീസ് കേറ്ററ്റ് റിവിഷൻ സീരീസ് ഫിസിക്സ് കാറ്റഗറി 2, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സയൻസ്, EVS ഉണ്ടാകും, ദെൻ ഇംഗ്ലീഷും ഉണ്ടാകും. അപ്പോ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്ക് സദ്യ രൂപത്തിലാണ് ഇത് വിളമ്പുന്നത്. ജൂലൈ 1 മുതൽ 10 വരെ
ഈ ജൂലൈ 1 മുതൽ 10 വരെ ഇത്രയും ടോപ്പിക്കും അതോടൊപ്പം തന്നെ ഒരു മെഗാ മാരത്തോണും ഉണ്ടായിരിക്കും. നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ പ്രാവശ്യത്തെ കേറ്ററ്റ് പരീക്ഷയ്ക്ക് എത്ര ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് വന്നതെന്ന്. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ പ്രാധാന്യം. ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ ഈ പ്രിയപ്പെട്ട പ്രഗത്ഭരായിട്ടുള്ള വർഷങ്ങളായി സേവന പാരമ്പര്യമുള്ള ഈ മികച്ച അധ്യാപകരുടെ കേറ്ററ്റ് റിവിഷൻ സീരീസ് ക്ലാസ്സുകൾ കേട്ട് ഡിസ്ക്രിപ്ഷനിൽ കയറി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എക്സാമിനേഷൻ എഴുതി വിജയ സോപാനത്തിലേറുന്ന നിങ്ങളെ കാണാൻ ഇരു കണ്ണുകളുമായി വിധിയുണ്ടെങ്കിൽ ഞാൻ കാത്തിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്.